തമിഴ് മക്കൾക്ക് അമ്മയായിരുന്നു ജയലളിത. വെള്ളിത്തിരയെയും വെല്ലുന്ന സംഭവ ബഹുലമായ ജീവിതത്തിനാണ് പുരട്ചി തലൈവിയുടെ മരണത്തോടെ തിരശീല വീഴുന്നത്. സിനിമയിലും രാഷ്ട്രീയത്തിലും നികത്താനാവാത്ത നഷ്ടമാണ് ജയലളിതയുടെ വിയോഗം. കൗമാരത്തിലെ സിനിമയിലെത്തി അവിടെ നിന്ന് രാഷ്ട്രീയത്തിലേക്കും ചുവടുവെച്ച് തമിഴ് രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അനിഷേധ്യ ശക്തിയായി വളർന്നയാളാണ് ജയലളിത ജയറാം എന്ന ജയലളിത, പുരട്ചി തലൈവി. AIDMK എന്ന തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി, 5 തവണ തമിഴ്നാടിന്റെ ഭരണചക്രം തിരിച്ച ഉരുക്കുവനിത, ഒരു കാലത്ത് തെന്നിന്ത്യയിലെ സൂപ്പർ നായിക. അങ്ങനെ പുരട്ചി തലൈവിക്ക് ചാർത്തിക്കൊടുക്കാൻ വിശേഷണങ്ങൾ ഏറെ. അനധികൃത സ്വത്ത് സമ്പാദന കേസ് എന്ന ഊരാക്കുടുക്കിനെയും അഴിച്ചെടുത്ത് സ്വയം മുന്നേറിയ ജയലളിത. 1948 ഫെബ്രുവരി 24-നാണ് ജനനം. തമിഴ് സിനിമാ നടിയായിരുന്ന അമ്മ സന്ധ്യയുടെ നിഴലിലൂടെ ആദ്യം രംഗപ്രവേശം സിനിമയിലേക്ക്. 15-ാം വയസ്സിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. 1964-ൽ 16-ാം വയസ്സിൽ കന്നഡ ചിത്രമായ ചിന്നഡ കോമ്പയിൽ നായികയായി അരങ്ങേറ്റം. MGRനൊപ്പം അഭിനയ ജീവിതം ആരംഭിച്ച ജയലളിതയെ അദ്ദേഹത്തോടുള്ള അടുപ്പമാണ് രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത്. 1980-ൽ AIDMKയിലെ അംഗമായി. എന്നാൽ ജയലളിതയുടെ വരവ് അന്നത്തെ പാർട്ടിയിലെ താപ്പാനകൾക്കൊന്നും അത്ര രസിച്ചിരുന്നില്ല. ആദ്യമാദ്യം ആരും അതൊന്നും പരസ്യമായി പ്രകടിപ്പിച്ചില്ല. MGR ആരോഗ്യത്തോടെയിരുന്ന കാലം വരെയും ആരും എതിർപ്പുമായി രംഗത്തു വരാനും ധൈര്യപ്പെട്ടില്ല. ഇതിനിടെ MGRന്റെ ഉച്ചഭക്ഷണ പരിപാടിയുടെ ചുമതലയും ജയലളിതയ്ക്കാക്കിയതോടെ ഇഷ്ടക്കേട് വർദ്ധിച്ചു. MGR ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയതോടെ പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയായി ജയലളിത വളർന്നു. പാർട്ടിയിൽ ഒരു പിളർപ്പിന് വഴിവെച്ചുകൊണ്ട് MGRന്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ പാർട്ടിയിൽ അവകാശവാദം ഉന്നയിച്ചു. 1989-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പിളർപ്പ് മുതലെടുത്ത് DMK അധികാരത്തിലെത്തി. DMKയുടെ ഭരണകാലത്തിനിടെ പാർട്ടിയെ തന്റെ അധികാരത്തിന് കീഴിലാക്കാൻ ജയലളിതയ്ക്ക് കഴിഞ്ഞു. ജാനകി രാമചന്ദ്രൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയതോടെ ജയലളിതയ്ക്ക് ശത്രുക്കളൊന്നും തന്നെ ഇല്ലാതെയായി. 1991-ലെ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോട് ജയിച്ച ജയ ആദ്യമായി തമിഴ്നാട് മുഖ്യമന്ത്രിയായി. എന്നാൽ അഴിമതി ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ജയയുടെ ഭരണകാലത്ത് ഉണ്ടായത്. 1996-ലെ തെരഞ്ഞെടുപ്പിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുകയും അവർക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. ഭരണകാലത്ത് നടത്തിയ അഴിമതികളുടെ പേരിൽ ജയലളിത അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയലളിതയ്ക്കെതിരായ കേസുകൾ വിചാരണ ചെയ്യുന്നതിന് പ്രത്യേക കോടതി രൂപവൽക്കരിക്കുകയും ചെയ്തു. 2001-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പത്രിക നൽകിയെങ്കിലും അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന ജയയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചു. എങ്കിലും AIDMK വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യത നിഷേധിക്കപ്പെട്ട ജയയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ഫാത്തിമ ബീവി ക്ഷണിച്ചു. ഇത് ഏതാണ്ട് 4 മാസം നീണ്ടുനിന്ന നിയമയുദ്ധത്തിലേക്കാണ് നയിച്ചത്. മുഖ്യമന്ത്രിയായി തുടരാൻ ജയയ്ക്ക് യോഗ്യതയില്ലെന്ന് 2001 സെപ്റ്റംബർ 21-ന് സുപ്രീം കോടതി വിധിച്ചതോടെ ജയയുടെ ഭരണം അവസാനിച്ചു. അന്ന് തന്നെ ജയലളിത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. സംഭവബഹുലമായിരുന്നു അവർ അധികാരത്തിലിരുന്ന 4 മാസങ്ങൾ. മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയെയും 2 കേന്ദ്രമന്ത്രിമാരെയും അവർ അറസ്റ്റ് ചെയ്തു. വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ രാജിവെച്ചൊഴിഞ്ഞത്. 1984-89 കാലഘട്ടത്തിൽ ജയലളിത തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 1972-ൽ തമിഴ്നാട് സർക്കാർ കലൈമാമണി പുരസ്കാരം നൽകി ആദരിച്ചു. 1999-ൽ മദ്രാസ് സർവകലാശാല ബഹുമാന പുരസ്കാരം ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക്.